നമസ്കാരം. പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് CPM-ന്റെ ഗുണ്ടകളെയും റൌഡികളെയും കൊലപാതകികളെയും ബലാത്സംഗ വീരന്മാരെയും രക്ഷിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമൊക്കെ നമ്മൾ കണ്ടത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലൊക്കെ ഉണ്ടായ നടപടികളൊക്കെ നമുക്കറിയാം. ലക്ഷങ്ങളും കോടികളുമാണ് പാവപ്പെട്ടവന്റെ പണമെടുത്ത്, നികുതി പണമെടുത്ത് പാർട്ടിക്ക് വേണ്ടി ചെലവാക്കുന്നത്. ഇതിനൊന്നും ഒരു ന്യായീകരണവുമില്ല. ഇതൊക്കെ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും ഒക്കെ പ്രതികരണം. ഇത്രയും ചീഞ്ഞുനാറിയ നാണംകെട്ട ഇടപാട് ലോകത്തെങ്ങും കണ്ടിട്ടില്ല. ഒരു പാർട്ടി ഗുണ്ടയെ സംരക്ഷിക്കാനായി പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമെടുത്ത് ചെലവഴിക്കുക, അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുക, ഇവിടെ ഒന്നും ചെയ്യാൻ ഇവർക്കാവുന്നില്ല. ഇവിടെ വികസനം നടത്താൻ പോയിട്ട് ഇവിടെ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ പോലും കൊടുക്കാൻ സാധിക്കാതെ കിടന്ന് നട്ടം തിരിയുന്ന ഒരു സർക്കാർ. അപ്പോഴാണ് ഈ ഇടയിലൂടെ കൈയിട്ട് വാരലും നടക്കുന്നത്. അഴിമതി പിന്നെ അതിന്റെ പിന്നാലെ നടക്കുന്നു, അതിന്റെ ഒപ്പം നടക്കുന്നു, മുമ്പ് നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഈ മുതലാളിമാരൊക്കെ CPM-ന് കൊടുക്കുന്ന സഹായം ഏതാണ്ട് കുറച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഒരുപാട് മുതലാളിമാരുണ്ട്. പ്രഖ്യാപിത മുതലാളിമാരുമുണ്ട്, അപ്രഖ്യാപിത മുതലാളിമാരുമുണ്ട്, നമ്മൾ അറിയുന്ന മുതലാളിമാരുമുണ്ട്, അറിയപ്പെടാത്ത മുതലാളിമാരുമുണ്ട്. ഇവരൊക്കെ പാർട്ടിക്ക് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപയൊക്കെ സംഭാവനയായിട്ടൊക്കെ നൽകുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് നിർത്തലാക്കിയ മട്ടാണെന്നാണ് കേൾക്കുന്നത്. അതിന് പകരം എന്താണ്? സഖാക്കളെ കയറി പിടിച്ചിട്ടുണ്ട്. പാവപ്പെട്ട സഖാക്കളെ ഞെക്കി പിടിയുകയാണ്. സഖാക്കളോട് പ്രത്യേകമായ ചില പിരിവുകൾ ചോദിക്കുന്നു. കൃത്യമായുള്ള അവർ അടയ്ക്കുന്ന പണം കൂടാതെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. കുറച്ച് ഗൾഫിലൊക്കെ പോയ ഒരു സഖാവാണെങ്കിൽ അവരോട് കൂടുതൽ തുകകൾ ചോദിക്കുന്നു. അങ്ങനെ സഖാക്കളും അതുപോലെ മുതലാളിമാരും CPM-നെ തിരിഞ്ഞുകൊത്തുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും 2026 അടുത്ത വർഷം ഇലക്ഷൻ വരും. ഫണ്ട് വേണം. ഈ ബ്രൂവറി പരിപാടിയൊക്കെ അതിനുവേണ്ടി നടത്തിയ തരികിടകളാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ മുതലാളിമാരെ ആശ്രയിക്കാനുള്ള ആ ഒരു സംവിധാനം ഏതാണ്ട് നിലച്ചമട്ടാം. മുതലാളിമാരെ കയറി ഭീഷണിപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷേ പാർട്ടി സഖാക്കളെ ഭീഷണിപ്പെടുത്താം. പണം തന്നോണം മര്യാദയ്ക്ക്, അല്ലെങ്കിൽ നീ ആ കൊടുത്ത കേസ്, നീ ഉൾപ്പെട്ട കേസ് കുത്തിപ്പൊക്കും, പോലീസിനെ വിടും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്താം. അങ്ങനെ സഖാക്കന്മാർ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ സഖാക്കളൊക്കെ തന്നെ എതിരെ നിൽക്കുന്ന അവസ്ഥയാണ്. സഖാക്കളൊക്കെ പാർട്ടിയെ പൊതുവേദിയിൽ തെറി പറയുന്ന അവസ്ഥയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇരുത്തിക്കൊണ്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പിരിക്കാനൂടെ പോയി കഴിഞ്ഞാൽ അവർ താടിക്കിട്ട് തട്ടും. മൂന്നാം ഊഴവും പിണറായി തന്നെ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ് LDF-നെ നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഈ പിരിവും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ കുത്തിനെ പിടിച്ച് പിരിക്കാനും നിർബന്ധിത പിരിവും, കേസ് നടത്താൻ വേണ്ടി പിരിവും, ഇവർക്ക് തോന്നിയാസം കാണിക്കാൻ വേണ്ടി പിരിവും ഒക്കെ ആയിട്ട് സഖാക്കളുടെ അടുത്തോട്ട് ചെന്നാൽ അവർ താടിക്കിട്ട് തട്ടുകയോ തലക്കിട്ട് ഞോണ്ടുകയോ ചെയ്യും. മുതലാളിമാരുടെ അടുത്തോട്ട് പിരിവുമായി അല്ലെങ്കിൽ പിരിവ് ചോദിച്ച് ഇനി വരികയേ വേണ്ട എന്നാണ് മുതലാളിമാർ പലരും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ കൊടുക്കുമായിരിക്കും. എന്തായാലും 2026 ഇലക്ഷന്റെ സമയത്ത് ഫണ്ട് കണ്ടെത്താൻ CPM ഇത്തിരി ബുദ്ധിമുട്ടും. കാരണം തോന്നിയാസമാണ്, ധൂർത്താണ്. ഇവിടെ കേസ് നടത്താൻ വേണ്ടി സർക്കാരിന്റെ പണം ഉപയോഗിക്കുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് സർക്കാരിന്റെ പണം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതിന് ചില നിയമവ്യവസ്ഥിതികളുണ്ട്. ഈ കേസ് നടത്താനും സർക്കാരിന്റെ പണം ഉപയോഗിക്കാനായിട്ട് വകുപ്പില്ല. പിന്നെ അതൊക്കെ വകുപ്പ് മാറ്റിയൊക്കെ എഴുതി എങ്ങനെയൊക്കെയോ ചെയ്യുകയാണ്. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും 2026 CPM ഇത്തിരി വിയർക്കും. പലതിലും പണം കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ ഇലക്ഷനെ നേരിടുന്നതിലും ഒക്കെ തന്നെ ഇത്തിരി വിയർക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോഴേ പുറത്തു വരുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.